നമസ്കാരം പ്രിയമുള്ളവരെ, ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ആശ്ചര്യകരമായ ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ ഇപ്പോൾ ആ വാർത്ത കാണാം. ലൂപ്പിംഗ് ബാക്ക് മിഡ് എയർ ആൻഡ് എക്സ്പ്ലോറിംഗ് ലോക്കലി. അയൺ ഡോമുകളെ കുറിച്ചാണ് ഈ വാർത്ത പറയുന്നത്. അയൺ ഡോമുകൾ ഇറാൻ അയക്കുന്ന മിസൈലുകളെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്ന അയൺ ഡോമുകൾ എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ വിടുന്ന മിസൈലുകൾക്ക് നേരെ പോയതിനു ശേഷം തിരികെ വന്ന് പൊട്ടിത്തെറിക്കുന്നു എന്ന വാർത്ത. അതായത് ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നില്ല. ലൂപ്പിംഗ് ബാക്ക് മിഡ് എയർ ആൻഡ് എക്സ്പ്ലോറിംഗ് ലോക്കലി. വായുവിൽ പകുതി പോയതിനു ശേഷം തിരികെ വന്ന് വിട്ട സ്ഥലത്ത് വന്ന് പൊട്ടിത്തെറിക്കുന്നു എന്ന വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ഈ അവസരത്തിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇസ്രായേലി ബിഗ് ഫയൽ, ഇസ്രായേലിന്റെ വലിയ പരാജയം, എയർ ഡിഫൻസ് ഗെറ്റ് കൺഫ്യൂസ്ഡ്, ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം കൺഫ്യൂസ്ഡ് ആണെന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. അതാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ സംവിധാനത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇറാന്റെ ഒരു മിസൈൽ വിന്യാസത്തെ അല്ലെങ്കിൽ നിരന്തരം ഇപ്പോൾ ഇസ്രായേലോട്ട് മിസൈൽ മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയുന്നതിന് ഒരുപക്ഷെ ഇസ്രായേലിന് കഴിഞ്ഞാക്കാൻ സാധ്യതയില്ല എന്നൊരു വിശകലനം കൂടി ഈ അവസരത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുകയാണ്. എയർ ഡിഫൻസ് ഗെറ്റ് കൺഫ്യൂസ്ഡ്, എയർ ഡിഫൻസ് സിസ്റ്റം കൺഫ്യൂസ് ആണ് ഇസ്രായേലിന്റെ എന്ന് തന്നെയാണ് ആ വാർത്ത കാണിക്കുന്നത്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിരിക്കാം. നേരത്തെ പല മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം, അയൺ ഡോമുകൾ പോലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം നിർമ്മിക്കുകയും അതിന്റെ പുനർനിർമ്മാണം ചെയ്യുകയും ചെയ്ത ഫാക്ടറികൾ ആക്രമിച്ചു, അത് നശിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ചില മാധ്യമങ്ങളൊക്കെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അയൺ ഡോമുകളുടെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ സൈനിക ഘടകങ്ങൾ, സേനാ അംഗങ്ങളൊക്കെ ഇറാന് കൈമാറി, അഥവാ ഇറാന്റെ ചാരന്മാർക്ക് കൈമാറി എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഇറാന്റെ ചാരന്മാർ ഇസ്രായേലിന്റെ സൈനിക വ്യൂഹത്തിലും കടന്നു കയറി അയൺ ഡോമുകളുടെ പ്രവർത്തന നിയന്ത്രണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കരുസ്ഥമാക്കി, അതുപയോഗിച്ച് ഒരുപക്ഷെ അയൺ ഡോമുകളെ നിശ്ചലമാക്കിയോ എന്ന ഒരു സംശയം നമുക്ക് ഈ അവസരത്തിൽ ഉയരുവാൻ തരമുണ്ട്. എന്തായാലും വളരെ കഠിനമായ യുദ്ധതന്ത്രങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഒരു ഭാഗത്ത് ഇറാൻ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും അതുപോലെ ഓയിൽ റിഫൈനറികളെയും താട്, അയൺ ഡോം മുതലായ ഫാക്ടറി നിർമ്മാണ ഫാക്ടറികളെയും ഒക്കെ ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ മറുസൈഡിൽ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക തലവന്മാരെയും അതുപോലെ ശാസ്ത്രകാരന്മാരൊക്കെയുമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.